ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു വാർത്ത കണ്ടത്, ഇൻഷുറൻസ് പുതുക്കാൻ, അതായത് വണ്ടിയുടെ ഇൻഷുറൻസ്, കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കാൻ തലേ ദിവസം രാത്രി എക്സ്പയർ ആയി, പിറ്റേ ദിവസം രാവിലെ മറന്നുപോയതായിരിക്കാം, പിറ്റേ ദിവസം രാവിലെ വണ്ടി ആക്സിഡൻ്റായിട്ട് ഇടിച്ച ആൾ മരണപ്പെട്ടു. അതായത് കാർ ഡ്രൈവർ അല്ല, മറ്റേ ആളെ ഇടിച്ച ആൾ മരണപ്പെട്ടു. എന്നിട്ട് കോടതി വിധി വന്നേക്കുന്നത് 43 ലക്ഷം രൂപ കൊടുക്കാനാണ് വിധിയായിട്ടുള്ളത്. അതായത് വെറുതെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഒരു 4000-5000 രൂപയുടെ ഇൻഷുറൻസ്, അത് മറന്നുപോയതായിരിക്കാം. പക്ഷേ ഇൻഷുറൻസിൻ്റെ കാര്യം ഇങ്ങനെയാണ്, നമ്മൾ എവിടെയെങ്കിലും, അതായത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മുടെ അഡ്വൈസറും ഒക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിൽ പോലും ഇൻഷുറൻസ് അടച്ചില്ലെങ്കിൽ വരാവുന്ന വലിയ നഷ്ടം ഇതുപോലെയാണ്. ഇതിപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസിൽ 5000 രൂപ അടയ്ക്കാത്തത് കൊണ്ട് 43 ലക്ഷം രൂപയുടെ നഷ്ടം. അതായത് 43 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ജയിൽവാസം ആണ്. അതായത് അങ്ങനെ അതിൻ്റെ, അല്ലെങ്കിൽ അത്രയും പ്രോപ്പർട്ടി അവർ കോടതി കണ്ടുകെട്ടും. ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിലെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേസ് പീരീഡ് ഉണ്ട്. ഗ്രേസ് പീരീഡിൽ പക്ഷേ നമുക്ക് കവറേജ് കിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ക്രിട്ടിക്കൽനെസ് വരുന്നതെന്ന് വെച്ചാൽ കമ്പനി ചിലപ്പോൾ ക്ലെയിം തരില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിംസ് പിന്നെയും തരാതിരിക്കും, ചിലപ്പോൾ പുതുക്കി തരികയില്ല. മനസ്സിലായില്ലേ? കമ്പനിക്ക് ഗ്രേസ് പീരീഡിൽ തരണം. ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുക്കി തരില്ല. ഗ്രേസ് പീരീഡിനുള്ളിലാണെങ്കിൽ പോലും ക്ലെയിം കിട്ടില്ല. അപ്പോൾ കൃത്യമായി ഇൻഷുറൻസ് ഏത് ദിവസമാണ് എന്ന് പുതുക്കേണ്ട ദിവസം നോക്കി നമ്മൾ അതിൻ്റെ ഡേറ്റ് എഴുതി വെച്ച് പുതുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇൻഫർമേഷൻസാണ് ഈ ചാനൽ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഒക്കെ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.